കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ നവംബർ 1-ന് പ്രഖ്യാപിക്കും. പുരസ്കാരത്തിന്റെ മികച്ച നടന്മാർക്കുള്ള അവസാന റൗണ്ടിൽ മമ്മൂട്ടിയും ആസിഫ് അലിയും ആണെന്നാണ് വിവരം. ബ്രഹ്മയുഗത്തിലെ കൊടുമ്പിരി പോറ്റിയുള്ള പ്രകടനത്തിന് മമ്മൂട്ടി ഒരിക്കൽ കൂടി സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കുമോ എന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. കിഷ്കിന്ധാകാന്ഡം, ലെവൽ ക്രോസ് എന്നീ ചിത്രങ്ങളുടെ പ്രകടനവുമായി ആസിഫ് അലി മികച്ച നടനുള്ള മത്സരത്തിനുമുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ സംസ്ഥാന പുരസ്കാരങ്ങളിൽ അവസാന റൗണ്ടിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ 54-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള കാറ്റഗറിയിൽ മമ്മൂട്ടി മത്സരിച്ചിരുന്നു. കാതൽ എന്ന സിനിമയിലെ പ്രകടനമാണ് മമ്മൂട്ടി അവസാന റൗണ്ട് വരെ എത്തിച്ചത്. അതിനു മുമ്പത്തെ 53-ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് മികച്ച നടനായ മമ്മൂട്ടിയായിരുന്നു. നൻപകൽ നേരത്ത് മയക്കത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടി പുരസ്കാരത്തിന് അർഹനായത്. നേന്ന് താൻ കേസ് കൊടുന്ന പ്രകടനത്തിന് കുഞ്ചാക്കോ ബോബനും മമ്മൂട്ടിക്കൊപ്പം അന്ന് ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ അന്ന് കുഞ്ചാക്കോ ബോബന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരം എത്തുമ്പോൾ അവസാന റൗണ്ടിൽ മമ്മൂട്ടി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇത്തവണയും മമ്മൂട്ടി തന്നെ മികച്ച നടനാകുമെന്ന് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. അതേസമയം കളങ്കാവലാണ് ഇനി പുറത്തിറങ്ങാനുള്ള മമ്മൂട്ടി ചിത്രം. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ചിത്രം നവംബർ 21-ന് തിയേറ്ററിൽ എത്തുന്നത്. സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായെന്നും സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചതെന്നും സിനിമയുടെ അണിയർ പുറത്ത് അറിയിച്ചിരുന്നു. അതേസമയം നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കളങ്കാവൽ ഒരുക്കിയതെന്ന് സംവിധായകൻ ജിതിൻ കെ ജോസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമായിട്ടുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷൻ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു.